ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂസ് ഫാമിലി. മുംബൈയിലെത്തി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലേക്കാണ് രാവിലെ എത്തിയത്. ഇവിടെ കൻഹേരി കേവ്സിന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിനുള്ളിൽ തന്നെ നമുക്ക് ബസ് സർവീസ്, വാൻ സർവീസ്, സൈക്കിള് അതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ബസ്സാവുമ്പോൾ നമുക്ക് AC ബസ്സാണ്. ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്താൽ മതി. നമുക്ക് അതിനുള്ളിൽ എവിടെ വേണമെങ്കിലും ആ ബസ്സിനകത്ത് നമുക്ക് പോയിട്ട് വരാൻ സാധിക്കും. വളരെ നല്ലതാണ്. സൈക്കിളും സഫാരിയും നല്ലതാണ്. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. എൻട്രൻസിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് ഉള്ളിലേക്ക്. നമുക്ക് നടന്നു പോകാനുള്ള ദൂരം അല്ല കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവിടെ. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയതും രണ്ട് സൈഡിലും നിറയെ ഇതുപോലെ ഫ്രൂട്ട്സും മാങ്ങായും എല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. കച്ചവടക്കാരാണ്. ഞങ്ങൾ അന്നേരം പേരയ്ക്കയൊക്കെ വാങ്ങി കഴിച്ചു അവിടുന്ന്. നല്ല ടേസ്റ്റി ആയിരുന്നു. മുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അവർ നന്നായിട്ട് മുറിച്ച് പീസാക്കി തരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കൻഹേരി കേവ്സിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നമ്മളതെല്ലാം കയറി കുറച്ച് മുകളിലോട്ട് ചെന്നെങ്കിലേ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആലു ബജ്ജി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി. ഇതാണ് കൻഹേരി കേവ്സ്. ഒറ്റപ്പാറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിറയെ ഗുഹകളാണ്. കറുത്ത ശില എന്നാണ് കനേരി എന്ന വാക്കിൻ്റെ അർത്ഥം. ആദ്യം കൃഷ്ണഗിരി എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് കനേരിയായി മാറിയതാണ്. 2400 വർഷം പഴക്കമുണ്ട് ഈ ഗുഹയ്ക്ക്. 100 കണക്കിന് ഗുഹകളാണ് ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ഗുഹ വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. ചുമരിൽ നിറയെ ബുദ്ധൻ്റെ പ്രതിമകളും അറ്റത്തായിട്ടൊരു സ്തൂപവും അതിന് ചുറ്റും നമുക്ക് നടക്കാനും ഒക്കെ പറ്റും കേട്ടോ. വലിയ തൂണുകളാണ് ഉള്ളത്. അതിന് മുകളിലായിട്ട് ആനയുടെ രൂപമൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഗുഹയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ്. നമ്മളങ്ങനെ ഗുഹയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതിന് ചുറ്റിനുമായിട്ട് വിശാലമായ കാടുകളാണ്. ഇത്രയും തിരക്കേറിയ മുംബൈ നഗരത്തിൽ അടുത്തായിട്ട് ഒരു കാട്, ഇത്രയും ഭയങ്കരമായ ഒരു കാടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. അത്രയ്ക്ക് വലിയ കാടുകളാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി.
ഇത് എന്ത് മരവാ? ഇലഞ്ഞിയോ? എന്തോ എന്തോ ആ മഹാഗണി അല്ല എന്നാ തോന്നുന്നു. കൈ കുപ്പി പിടിച്ചോ, ചുമ്മാടക്കല്ലേ. കൻഹേരി കേവ്സിൽ നിന്നും പുറത്തിറങ്ങി ഇതാ ബസ് ഉണ്ടായിരുന്നു, ബസ്സിൽ കയറി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പാർക്കിലൊന്നും പോകാൻ നിൽക്കുന്നില്ല. തിരിച്ച് നമുക്ക് ഇനിയും വേറെ പല സ്ഥലങ്ങളും പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്